ഹലോ, നമസ്കാരം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ ഇന്നലെ വന്നതാണ് വേളാങ്കണ്ണി പള്ളിയിൽ. അപ്പോൾ ഇന്നലെ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. ഇന്നത്തെ എൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ വേളാങ്കണ്ണിയിൽ ആദ്യമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ പേര് മിക്കവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എറണാകുളത്ത് നിന്നും കാരക്കൽ എക്സ്പ്രസ് എല്ലാ ദിവസവും രാത്രിയിലുണ്ട്. 16188 എന്ന് പറയുന്ന ആ ട്രെയിൻ എല്ലാ ദിവസവും രാത്രി 10:25 എറണാകുളത്ത് നിന്ന് പുറപ്പെടും. ഇവിടെ നാഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ട്രെയിൻ വരുന്നത് രാവിലെ 10:30ക്കും 11:00 ഇടയ്ക്ക് ഈ ട്രെയിൻ എത്തിച്ചേരും. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കണക്റ്റഡ് ട്രെയിൻ വേളാങ്കണ്ണി സ്റ്റേഷനിലേക്കുണ്ട്. അവിടെ നിന്ന് വെറും 10 രൂപയേ ഉള്ളൂ. എറണാകുളത്ത് നിന്നും കാരക്കൽ വരെ വരുന്ന ട്രെയിനിന് 335 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഈ വേളാങ്കണ്ണി സ്റ്റേഷനിലെ വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വേറൊരു ട്രെയിൻ കിടപ്പുണ്ട്. ഈ ട്രെയിൻ പറയുന്നത് വേളാങ്കണ്ണിയിൽ നിന്നും രാവിലെ 7 മണിക്ക് തിരുച്ചിറപ്പള്ളിക്ക് പോകുന്ന ട്രെയിനാണ്. ആ ട്രെയിൻ ഞാൻ കൂടി ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ ആകവശം. ഈ ട്രെയിനാണ് ഞാൻ പറഞ്ഞ ഡെമു ട്രെയിൻ. ഈ ട്രെയിനിന്റെ നമ്പർ 06839 എന്ന ട്രെയിനാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് വേളാങ്കണ്ണി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ട് 11 മണിയാകുമ്പോൾ തിരുച്ചിറപ്പള്ളിയിലെത്തും. അങ്ങനെ വല്ലയിടത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ട്രെയിൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ ട്രെയിനിനെ ഞാൻ. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനകത്ത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങോട്ടൊക്കെ ട്രെയിൻ ഉണ്ട്, എത്ര സമയം എങ്ങനെയാണ്, എത്ര രൂപയാണ്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എറണാകുളത്ത് നിന്ന് വരുന്ന ട്രെയിൻ നാഗപട്ടണത്ത് വന്നിട്ട് നാഗപട്ടണത്ത് നിന്ന് നമ്മൾ വേളാങ്കണ്ണിയിലേക്കാണ് ട്രെയിനിന് വരുന്നത്. ആ ട്രെയിൻ 11 മണി 11:30 ആകുമ്പോൾ ഇവിടെ എത്തും. ഇതാണ് വേളാങ്കണ്ണി സ്റ്റേഷന്റെ ഫ്രണ്ട് ഏരിയ. ഇവിടെ നമ്മൾ ട്രെയിൻ വരുമ്പോൾ ധാരാളം ഓട്ടോറിക്ഷകളാണ് ഇവിടെ. ഈ ഓട്ടോറിക്ഷയ്ക്ക് ഒരു 100 രൂപ 80 രൂപ കണക്കാക്കിയാണ് ഇവിടുന്ന് അവർ ഓട്ടം വിടുന്നത്. നമ്മുടെ കേരളത്തിലെ പോലെ ഫിക്സഡ് റേറ്റുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പലരും വന്ന് ക്യാൻവാസ് ചെയ്യും. പക്ഷെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ കയറിയാൽ മതി. 100 രൂപ 80 രൂപ ഒന്നും കൊടുത്ത് നമുക്ക് പോകാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കുന്നില്ല ബഡ്ജറ്റായിട്ട് വരുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ വേളാങ്കണ്ണിയിലേക്ക് നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ. വേളാങ്കണ്ണി പള്ളിയിൽ നടന്നു പോകാം, സുഖമായിട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് നടക്കുവാണെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഞാനിതിൽ കാണിച്ചു തരാം. നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് പോകുന്നതും അവിടെയുള്ള നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട കടകൾ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് റൂം എടുക്കേണ്ടത്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, ഇത് വേളാങ്കണ്ണി പള്ളിയുടെ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് പണിതേക്കുന്നത്. ഈ സ്റ്റേഷൻ പണിതേക്കുന്നത് വേളാങ്കണ്ണി പള്ളിയുടെ മോഡലിലാണ് പണിതേക്കുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ മുൻപ് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് വേളാങ്കണ്ണി പള്ളി അവർ തന്നെയാണ് കുറെ ക്യാഷ് ഇതിനു വേണ്ടി മുടക്കിയിട്ട് ഇരിക്കുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിൽ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ പണിയാനും ഇതിന്റെ മോഡൽ ഇങ്ങനെ ആക്കാനും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഒരു ചെറിയ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നാ എല്ലാവരുടെയും. സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നേരെ ഇങ്ങനെ വരുമ്പോൾ 2 റോഡ് കാണുന്നുണ്ട്. ഒരു റോഡ് നേരെ അങ്ങോട്ട് പോകുന്നു, ആ റോഡേ പോകരുത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ്, ഈ റോഡ് ലെഫ്റ്റിലേക്കുള്ള റോഡേ പോകാവുള്ളൂ. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ പള്ളികളൊക്കെ കാണും. ഈ പള്ളികളിലൊക്കെ രാവിലെ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ പാട്ട് നമുക്ക് അത്ര നമ്മുടെ യൂട്യൂബിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചാനലിന് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ പോയാലും പാട്ടായിരിക്കും. ബസ്സിലും പാട്ട്, റോഡിലും പാട്ട്, എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും. റോഡിൽ പോകുന്ന വഴിക്ക് തന്നെ നമുക്കിവിടെ ചെറിയ ചാപ്പൽ കാണാൻ സാധിക്കും. ഒരു ചാപ്പലാണത്. ചെറുതാവുന്ന നല്ല ഭംഗിയുള്ള ചെറിയ ചാപ്പലാണത്. ഇതിന്റെ അകവശം കാണിച്ചു തരാം, തുറന്നിട്ടുണ്ട്. ഇതാണ് ഈ ചാപ്പലിന്റെ അകവശം. ഇപ്പൊ തമിഴ്നാട്ടില് പൊതുവെ ഭയങ്കര ചൂടാണ്. ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ചൂട് കുറവുണ്ട്, ഒരു സുഖമുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ വന്ന സമയത്ത് ഉച്ചയ്ക്ക് എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നി. ട്രെയിനിൽ വന്നപ്പോൾ ചായ കുടിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് ചായ കുടിക്കും. ഇവിടെ അക്കാടെ കടയുണ്ട്.
അമുത കൂൾ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെയാണ്. അപ്പം ഞാൻ ഇപ്പോഴും ഒരു ചായ കുടിക്കാൻ വേണ്ടി കടയിൽ കയറി. ഇവിടെ നിൽപ്പുണ്ട്, കണക്ക ചായ എടുക്കുകയാണ്. കൊള്ളാം, നല്ല ചായ കേട്ടോ, നല്ല സ്ട്രോങ് ആണ്, ആവശ്യത്തിന് മധുരമേ ഉള്ളൂ. കൊള്ളാം. പുള്ളി പോകുന്ന വഴിക്ക് ഒരുപാട് ലോഡ്ജ് കാണാൻ സാധിക്കും. ലോഡ്ജുകളൊക്കെ ഇതുണ്ട്, ഇവിടെ ഉണ്ട് ബ്ലൂ സ്റ്റാർ ഗസ്റ്റ് ഹൗസ്, അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ലോഡ്ജ് ഉണ്ട്. സ്വന്തമായിട്ട് വാഹനങ്ങളിൽ വരുന്നവർ മാത്രം ഈ ലോഡ്ജ് ചൂസ് ചെയ്യുക. കാര്യം വേറൊന്നുമല്ല, ഇവിടെ നിന്ന് പള്ളിയിലേക്ക് പോകാനായിട്ട് അല്പം ദൂരം ഉണ്ടാകും. സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പള്ളിയിലേക്ക് ഒക്കെ പോകാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഇവിടെ റൂം കാണുന്നുണ്ടല്ലോ, നമുക്ക് റൂംസ് ഒക്കെ എടുക്കാമെന്ന് ഓർക്കും. പക്ഷേ ഇവിടെ എടുത്താൽ റൂം കൊള്ളാമെങ്കിൽ എടുക്കുക, ഓരോരുത്തരുടെ ബഡ്ജറ്റും പ്രകാരം എടുക്കുക. റൂമൊക്കെ ഇവിടെ 500 രൂപ തൊട്ട് റൂം കിട്ടും എല്ലാവർക്കും, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമുക്ക് പള്ളിയിലേക്കൊക്കെ പോകാനായിട്ടുള്ള ആ ഒരു സൗകര്യം കൂടി നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഫുഡ് കഴിച്ചു. ഈ സ്റ്റേഷനിൽ നിന്ന് വരുന്ന റോഡിൽ തന്നെയാണ് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അച്ചാൻസ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ചേട്ടന്മാർ ചേർന്ന് 2-3 പേര് ചേർന്ന് നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത്, അച്ചാൻസ് റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് എല്ലാം ഉണ്ട്. ഇന്നലെ വന്ന് മീൽസ് കഴിച്ചായിരുന്നേ. മീൽസ് കഴിച്ചപ്പോൾ നല്ല മീൽസ് ആയിരുന്നു. കാര്യം നല്ല കുത്തിരിച്ചോറും കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ വന്നാൽ പൊതുവെ കുത്തിരിച്ചോറിൻ്റെ ഒക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര പാടാണ്. കാര്യം അവിടുത്തെ സാധാ ചെറിയ അരി ചോറായിരിക്കും, വെള്ള അരി ചോറ്. ഇത് കുഴപ്പമില്ല, നല്ല ഒരു ഇതായിരുന്നു. പിന്നെ വില വിവരം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് മീൽസിനൊക്കെ ഏകദേശം 80 രൂപയേ ഉള്ളൂ. 80 രൂപ. ഫിഷ് കറിക്ക് 80 രൂപ ഉണ്ടോ. നിസ്സാര ചാർജുകൾ. മസാല ദോശയുണ്ട് 60 രൂപ, ഗീ റോസ്റ്റ് 60 രൂപ, പിന്നെ പുട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഈ റെസ്റ്റോറൻറ്റിൽ കിട്ടും കേട്ടോ. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ്, അങ്ങനെ ഉണ്ട്. പിന്നെ പാഴ്സലിന് എക്സ്ട്രാ മീൽസ് 90 രൂപ. അതുകൂടാതെ നമുക്കിനി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ, നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകാൻ സാധിക്കും. അതും ഒരു പ്രത്യേകതയാണ്. നമ്മളിവിടെ വരുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ചേട്ടാ, ഇവിടെ ഉള്ള സ്റ്റാഫുകൾ കിച്ചണിൽ നിൽക്കുന്നതും എല്ലാവരും മലയാളികളാണ്. ഒരു 3 മലയാളി ചേട്ടന്മാർ കൂടി നടത്തുന്ന ഒരു സംരംഭമാണത്. അവർ എറണാകുളംകാരുണ്ട്, പിന്നെ ഇടുക്കിക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വന്ന് കഴിച്ചു. നല്ല ഫുഡാണ്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഈ ഫുഡൊക്കെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പേര് ഞാൻ പറയാൻ, അച്ചാൻസ് റെസ്റ്റോറൻ്റ് എന്നാണ് കേട്ടോ. നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ നമ്മളിവിടെ വരുമ്പോൾ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ എന്ത് ചെയ്യണമെന്നൊരു ആശങ്കയുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ നമ്പർ ഈ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇത്ര പേര് വരുന്നുണ്ട്, എത്ര മണിക്ക് എത്തും, ഞങ്ങൾക്ക് ഭക്ഷണം വെച്ചേക്കണമെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്ന് കാണിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ആ റെസ്റ്റോറൻറ്റ് ഇറങ്ങി നേരെ വരുമ്പോൾ ഈ റോഡിലെത്തും. ഈ റോഡിൽ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും റോഡുണ്ട്. നമ്മൾ നേരത്തെ അവിടുന്ന് പോകുന്ന ലെഫ്റ്റിലേക്കാണ്. അതുപോലെ തന്നെ ഇവിടെയും ലെഫ്റ്റിലേക്ക് തന്നെ പോകാം നമുക്ക്. ഇവിടെ വരുമ്പോൾ ഒരു ഹോട്ടൽ 4 സീസ് എന്നുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് മെയിൻ റോഡാണ്. ഈ റോഡിലൂടെ നമ്മൾ ഏകദേശം കുറച്ച് ദൂരമേ നടന്നാൽ നമുക്ക് പള്ളിയുടെ ബുക്കിംഗ് ഹാളിൽ വരാൻ സാധിക്കും. ആ റോഡിലൂടെ നമ്മൾ മുമ്പോട്ട് നേരെ നടക്കുമ്പോൾ ഇവിടെ ഒരു ചർച്ച് കാണുന്നുണ്ട്, ചെറിയ ചർച്ച് ഉണ്ട്, സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച്. ഇത് വേളാങ്കണ്ണി പള്ളി എത്തുന്നതിന് മുമ്പുള്ള ചർച്ചാണിത്. ഇവിടെ വരുന്നത് വേളാങ്കണ്ണി പള്ളിയുടെ സിമിത്തേരിയാണിത്. സിമിത്തേരി എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു 2-3 അപ്പുറത്തും ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് സിമിത്തേരികൾ കുറേ ഉണ്ട്. ഇവിടെ പള്ളി നേരം വെളുത്ത് 7 മണിയായി. പക്ഷേ 7 മണിയായപ്പോഴും നല്ല വെട്ടമുണ്ട്. ഇവിടെ ഈ കാളേനെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുകയാണ് ഈ റോഡിലൂടെ. ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ചിലപ്പോൾ പേടി തോന്നും നമുക്ക് ഇതിനെ കാണുമ്പോഴേ. വേളാങ്കണ്ണി പള്ളിയുടെ ഏറ്റവും ആദ്യം കാണുന്ന ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ക്വാർട്ടേഴ്സ് എന്നാൽ ഒരു നമുക്ക് താമസിക്കാൻ പറ്റിയ റൂമുണ്ട്. ഈ റൂമിൻ്റെ പേര് സെൻറ്റ് ജോസഫ് എന്നാണ്. കാര്യം ഒരുപാട് പഴയ ബിൽഡിംഗ് ആണത്. ഇവിടെയും പള്ളി വക
റൂമാണിത്. ഇത് ഏകദേശം റേറ്റ് വരുന്നത് 500 രൂപ മുതൽ തുടങ്ങും. ഡബിൾ റൂം, സിംഗിൾ റൂം, 2 പേരെ ഉള്ളെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് റൂം അവർ തരും. 5 പേർക്കുണ്ടെങ്കിൽ അതനുസരിച്ച് റൂം തരും. അങ്ങനെയാണ്. ഇതാണ് സെന്റ് ജോസഫിന്റെ ബിൽഡിംഗ്. ആൾക്കാരൊക്കെ രാവിലെ വന്നവരുണ്ട്, പോകാനുള്ളവരുണ്ട്. അതുകൂടാതെ ഇവിടെ ഈ വേസ്റ്റ് എടുക്കുന്ന വണ്ടിയാണ്, ഈ റൂമിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന വണ്ടിയാണ്. ഇവിടെ കടകളിലൊക്കെ ഇതുണ്ടോ, ഇഡലിക്കടയുണ്ട്. ഇഡലിക്കട ഉണ്ടോ, ഇവിടെ വടയുണ്ട്, ഇഡലിയുണ്ട്, അങ്ങനെ എല്ലാ സാധനവും ഇവിടെ എല്ലാം ഉണ്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന വഴിക്ക് തന്നെ ഉള്ള ഒരു കടയാണ് കട. ചേട്ടാ, ഇഡലിയൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇഡലി എത്ര രൂപ? 40 രൂപ. ഇഡലി സാമ്പാറും കൂടി 40 രൂപ. എത്ര? 3 ഇഡലിയാ? 4 ഇഡലി. 4 ഇഡലി, സാമ്പാർ, ചമ്മന്തി, മുളക് ചമ്മന്തി എല്ലാം കൂടി 40 രൂപയേ ഉള്ളൂ ഇവിടെ. അക്കാ വാ വാ വാ. ഇതാണ് വേളാങ്കണ്ണിയിലെ ബസ് സ്റ്റാൻഡ് ഈ കാണുന്നത്. നിരവധി ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട് ഇവിടെ. ഈ വേളാങ്കണ്ണിയുടെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാ സ്ഥലത്തേക്കും ബസ് കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞ് 2:30 ആകുമ്പോൾ ചേർത്തലയ്ക്ക് ബസ്സുണ്ട് ഇവിടുന്ന്. അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ബസ്സുണ്ട്. തഞ്ചാവൂർ, ട്രിച്ചി, ചെന്നൈ, മധുരൈ എല്ലാ സ്ഥലത്തേക്കും ബസ് കിട്ടും ഇവിടുന്ന്. വേളാങ്കണ്ണിയുടെ പള്ളിയുടെ തന്നെ ബുക്കിംഗ് ഓഫീസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോം ഉണ്ട്. ആ ഫോം നമ്മൾ മേടിക്കണം. മേടിക്കുമ്പോൾ നമ്മൾ അവരോട് പറയണം 2 പേരുണ്ട് അല്ലെങ്കിൽ 5 പേരുണ്ട് നമ്മൾ പറയുമ്പോഴാണ് അവർ നമുക്കൊരു ഫോം തരും. അപ്പോൾ അവർ തന്നെ റൂം നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും, എത്ര റൂമാണ് വേണ്ടത്, എത്ര രൂപയാണെന്നുള്ളത്. ഇപ്പം നമുക്ക് 300 രൂപ 500 രൂപയുടെ ഒരു റൂം ഒരു ദിവസത്തേക്കാണെങ്കിൽ നമ്മൾ 1000 രൂപ കൊടുക്കണം. 500 ഡിപ്പോസിറ്റ് മേടിക്കും അവർ. അപ്പം നമ്മൾ പിന്നെ വേറെ പ്രത്യേക കാര്യം, നമ്മളിവിടെ വരുമ്പോൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ ചെക്ക് ഔട്ട് ആകാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഡിപ്പോസിറ്റിന് പൈസ പോകുന്നതായിരിക്കും. ഇവിടെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. നമ്മുടെ റൂം ഏതാണ്, അസീസി ആണോ, സെന്റ് ജോസഫ് ആണോ, സെന്റ് ലൂക്ക് ആണോ, അങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. അവിടേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇപ്പം തന്നെ ഇവിടെ ഈ രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നല്ല ക്യൂ ആണ് ഇവിടെ. ഉണ്ടോ? ബുക്കിംഗ് ഹാളിൽ നമ്മൾ പുറത്തോട്ടിറങ്ങിയെന്നാൽ നമുക്ക് 2 സൈഡിലും ധാരാളം കടകളുണ്ട്. ഈ കടകളിലൊക്കെ വെച്ചാൽ പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ലത്. ഇങ്ങനെ ഇരിക്കും പൂരി. രാവിലെ 7 മണിക്ക് ഉണ്ടാക്കുന്ന പൂരിയാണെങ്കിലും വൈകുന്നേരം 5 മണിയാകുമ്പോഴും ഈ പൂരിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. അത് വേറൊന്നുമല്ല, ഇതിന് എന്തൊക്കെയോ തമിഴ്നാട്ടുകാർക്ക് ഉണ്ടാക്കുന്ന എന്തൊക്കെയോ രീതിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. വേളാങ്കണ്ണിയിലെ ഫിഷ് മാർക്കറ്റ്, ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. അത് അവിടെയാണ് പള്ളി ആ കാണുന്നത്. നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് പള്ളി. ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് വളഞ്ഞു പോകുക. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വേറൊരു പള്ളിയുണ്ട് ഈ സൈഡിൽ, ചെറിയൊരു പള്ളി. ഇത് നേരെ പോകുന്നതാണ് ബീച്ചിലേക്ക് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് പോകണം. റൈറ്റിലേക്ക് ചെന്നാൽ ഇതിൻ്റെ 4 മൂലയ്ക്കുമായിട്ട് ആണ് പള്ളികൾ സ്ഥിതി ചെയ്യുന്നത്. ഒരെണ്ണം നമ്മളിപ്പോൾ കണ്ടത്. അതുകൂടാതെ നേരെ അവിടെ ഉണ്ടോണം. അതിന് മുമ്പിലായിട്ടാണ് നമ്മുടെ വേളാങ്കണ്ണിയിലെ യഥാർത്ഥ വലിയ പള്ളി. എനിക്ക് തോന്നുന്നു രാവിലെ ഇപ്പോൾ 7 മണി 7:10 ആയിട്ടുണ്ട് സമയം. ഈ സമയത്ത് നമ്മുടെ വലിയ പള്ളിയിലെ കുർബാന 6 മണിക്കാണ്. ആ കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ള പള്ളിയിൽ ആ വലിയ പള്ളിയിൽ ഒരു കുർബാന ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ പള്ളിയിൽ 7 മണി കുർബാനയുണ്ട്. ആ കുർബാന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിൻ്റെ 2 സൈഡിലും ഓരോരോ ഗ്രോട്ടോ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 സൈഡിൽ, ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ വഴിക്ക് തന്നെ നമ്മളുടെ ഈ വശത്ത് വേറെ ഒരു കർത്താവിൻ്റെ ഒരു വലിയ രൂപം നിൽക്കുന്നുണ്ട് ഇവിടെ. അതായത് നമ്മളെ ഇതിലെ പോവുകയാണെങ്കിൽ നമുക്ക് ആ വലിയ ഈ രൂപം കാണാൻ സാധിക്കും. ഈ രൂപത്തെക്കുറിച്ച് പറയുന്നത് എറണാകുളത്തുള്ള ഒരു ചേട്ടനാണ് ഈ ഫോട്ടോ രൂപത്തിന്റെ
എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരാൾ കാണാൻ സാധിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഒരു അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ നമുക്ക് അപ്പുറത്തൊരു പള്ളിയുണ്ട്, മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞത്. അവിടെയാണ് രാവിലെ 9:30 കുർബാന, മലയാളം കുർബാന, ലത്തീൻ കുർബാന ഉള്ളത്. ഇവിടെയാണ് പള്ളി ഇങ്ങനെ വരുന്നത്. വേളാങ്കണ്ണി പള്ളിയിൽ രാവിലത്തെ കുർബാന കഴിഞ്ഞ് ഇറങ്ങുന്നവര് അത് കഴിയുമ്പോൾ തന്നെ ഇവിടെ വന്ന് ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇവിടെ നിന്ന് നീന്തി തുടങ്ങും. നല്ല ദൂരമുണ്ട് ഇവിടുന്ന് അവിടം വരെ. ഇതിൽ ഇപ്പം വെയിൽ കുറവുള്ളത് ഇങ്ങനെ നീന്താൻ സാധിക്കുന്നത്. വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും ഇതിലെ മുട്ട നീന്തി പോകാനായിട്ട്. ഇങ്ങനെ നീന്തി അങ്ങേറ്റത്ത് ഒരു കിണറുള്ള പള്ളിയുണ്ട്. ആ പള്ളിയിലാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ കയറി വരുമ്പോഴൊരു പള്ളി ഉണ്ടെന്ന്. നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ ഇപ്പുറത്തായിട്ടുള്ള പള്ളി. ഈ പള്ളിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ഇതിന് നേരെ ബാക്ക് സൈഡിലായിട്ടാണ് നിത്യാരാധന ചാപ്പലുണ്ട്. ഒരു AC റൂമാണ്. അവിടെ നല്ല നിശബ്ദമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം, പ്രാർത്ഥിക്കാനുള്ള ആ ഒരു സൗകര്യം എല്ലാം ഉണ്ട് ആ സ്ഥലത്ത്. ഇതിനകത്തുനിന്ന് നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് ആയിട്ടുള്ള അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പുറത്തുനിന്നുകൊണ്ട് നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ സാധിക്കും. ഇതാണ് ആ ഒരു ചെറിയ പള്ളി. ഇതിൻ്റെ നേരെ ബാക്കിലാണ് നിത്യാരാധന ചാപ്പൽ കേട്ടോ. നിത്യാരാധന ചാപ്പൽ. കൂടാതെ ഇവിടെ കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഞാൻ അവിടെ അത് കാണിച്ചു തരാം. ആ സംഭവം അതുകൊണ്ട് അവിടെയാണ് ആരാധന ചാപ്പൽ വരുന്നത്. ആ ഭാഗത്ത് നിത്യാരാധന ചാപ്പൽ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ഗാർഡൻ ഉണ്ട്. കൊണ്ടോ നല്ല രസമാണ് ഗാർഡൻ കാണാനായിട്ട്. ചെടികളൊക്കെ അധികമില്ല, എന്നാലും അതിനകത്ത് ഒരുപാട് ഇങ്ങനെ ഓരോ കൂട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മയില് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഗാർഡൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. എന്നാലും കൊള്ളാം. ഇങ്ങനെ വരുമ്പോഴേ ഇവിടുന്ന് അങ്ങോട്ടൊരു ഇതിനകത്ത് ഒരുപാട് കോഴി, ആട്, താറാവ് ഇങ്ങനെയുള്ള ചില പക്ഷികളെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലമാണിത്. ഇതാണ് വേളാങ്കണ്ണി പള്ളിയുടെ മാതാവിന്റെ രൂപീകരിക്കുന്ന ആ ഫ്രണ്ട് ഏരിയ. ഇതാണ് വേളാങ്കണ്ണി മാതാവിന്റെ, എനിക്ക് തോന്നുന്നു ഇവിടെ നോക്കി കാണാൻ സാധിക്കും തോന്നുന്നു മാതാവിന്റെ. കാര്യം അകത്തേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. ആ കാണുന്നതാണ് മാതാവിന്റെ രൂപം. എന്താണെന്നല്ല, ഇതാണ് നമ്മുടെ തൊട്ട് കെട്ടുന്നത്, താഴ് പൂട്ടുന്നത് ഈ സ്ഥലങ്ങളൊക്കെ. ഈ താഴ് പൂട്ടുന്നതും തൊട്ട് കെട്ടുന്നതും ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ താഴ് പൂട്ടുന്നതിന് ഒരു വെച്ചാല് വീട് വെക്കുന്നതിന് വേണ്ടിയാണ് ഈ താഴിട്ട് പൂട്ടുന്നത്. നമ്മൾ ഈ വർഷം താഴിട്ട് പൂട്ടുന്നു, പക്ഷെ പിന്നെ വരെ നമ്മൾ താഴ് കാണത്തില്ല തുറക്കാൻ വന്നാലേ. വീട് പണിത് കഴിയുമ്പോൾ പിന്നെ താഴ് തുറക്കാൻ വന്ന കാര്യം അതവർ മുറിച്ച് കളയും. കാര്യം ഇവിടെ ഇതില് സ്ഥലപരിമിതി കാരണമാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്ന തൊട്ട് കെട്ടിട്ട് പോകാറുണ്ട്. പിന്നെ മംഗല്യ സൗഭാഗ്യം, കല്യാണം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ചരട് കെട്ടാറുണ്ട്. അങ്ങനെ ഒരുപാട് നേർച്ചകളൊക്കെ ഉണ്ട് ഇവിടെ. അത് ഈ പള്ളിയുടെ സൈഡിലുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെയാണ് വേളാങ്കണ്ണി പള്ളിയുടെ ഒരു മ്യൂസിയം ഉള്ളത്.
ഇവിടെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇപ്പൊ തുറന്നിട്ടില്ല. ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. തുറന്നു വരുന്നതേ ഉള്ളൂ ഇവിടെ എല്ലാം. നമ്മൾ കിഴക്കോട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് ഇവിടെ ഇങ്ങനെ വന്നാൽ ഇവിടെ 2 വഴിയുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് ഇതിന്റെ മെയിൻ റോഡിലേക്ക് പോകുന്ന സ്ഥലം. ഇതിന് നേരെ പോകുന്നതാണ് ബീച്ചിലേക്ക് പോകുന്നത്. കാര്യം ബീച്ചിലേക്ക് നമുക്ക് അധികം പോകേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതാണ് ഈ ബീച്ചിലേക്ക് പോകുന്ന റോഡ്. ഇതാണ് നമ്മുടെ ബീച്ചിലേക്ക് പോകുന്ന ഒരു വഴി. നമുക്ക് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി പ്രശ്നമുള്ള സ്ഥലമാണ്. കാര്യം വേറൊന്നുമല്ല, ഇവിടെ ലോക്കൽ ആൾക്കാരുണ്ട്. ഇവരുടെ പ്രശ്നം വേറൊന്നുമല്ല. ഇവരെ വീഡിയോ എടുത്തു കഴിയുമ്പോൾ അവരെക്കുറിച്ച് എന്തോ നമ്മൾ മോശമായിട്ട് പറഞ്ഞെന്ന് തോന്നി അവർ നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. രണ്ട് സൈഡിലും ധാരാളം കടകളുണ്ട്. ഇവിടെ കൂടുതൽ 20 രൂപ 10 രൂപയുടെ കടകളൊക്കെയാണ് ഉള്ളത്. ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെയുള്ള അതൊക്കെ ഒരു രസമാണ്, അതേ ഉള്ളത്. അതെ, മെറ്റീരിയലിന് ക്വാളിറ്റി ഒന്നും കാണത്തില്ല. നമ്മളിവിടുന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഒന്നുണ്ടാവണം, നാട്ടിൽ വരെ പോകണം. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് വല്ല വർക്ക് ചെയ്ത് നോക്കിയാണെങ്കിലും വർക്ക് ചെയ്യാതെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബീച്ചിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിയുമ്പോൾ ഈ ബീച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കടലിൽ കുളിക്കാൻ പറ്റും. കടലിൽ കുളിക്കാറെങ്കിൽ ശ്രദ്ധിക്കണം. ഇവിടെ അടിയൊഴുക്കും വെള്ളക്കൂടുതലൊക്കെ ഉള്ളപ്പോൾ സമയത്ത് കടലിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ കടലിൻ്റെ നമ്മുടെ നാട്ടിലെ പോലെ കരപ്രദേശം അത്ര വൃത്തിയുള്ള സ്ഥലമല്ല. മണ്ണാണേലും ശരിക്കും കറുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. മണ്ണ് നമുക്ക് ഇരിക്കാൻ തോന്നുന്നില്ല. ഇവിടെ നനഞ്ഞും ഇരുണ്ട് കിടക്കും മണ്ണൊക്കെ. ഇതുകൊണ്ട് ഇവിടുത്തെ മണ്ണ് ഇങ്ങനത്തെ മണ്ണ്, നനഞ്ഞ് കൂർന്ന് കിടക്കുന്ന മണ്ണ്. ഇവിടെയും റെസ്റ്റോറൻറ്റ് ധാരാളം ഉണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കാഴ്ച, ഒരു ഏസിൽ അതിൻ്റെ ബാക്കിൽ വന്ന ആൾക്കാരാണ്. അവരുടെ കലവും കുടവും ചട്ടിയൊക്കെ ആയിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ കുരങ്ങിരിപ്പുണ്ട്. കുരങ്ങ് കണ്ടോ? കുരങ്ങിനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കണ്ടോ? വേളാങ്കണ്ണി വന്നപ്പോൾ കാണാൻ പറ്റിയ ഒരു ഇതാണ് കുരങ്ങിനെ. ഞാനേതായാലും ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു. എന്നിട്ട് ഞാൻ തിരിച്ച് പള്ളിയിലേക്ക് പോയാണ്. പള്ളിയിൽ പോയി പള്ളിയുടെ ആ പ്രദേശങ്ങളൊക്കെ എടുക്കാനുണ്ടല്ലോ. നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളിൽ കാണാം. മുട്ടയടിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. കൊച്ചു കുട്ടികൾക്ക് മുടി എടുക്കത്തില്ലേ, ആ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബീച്ചിൽ നിന്ന് വരുമ്പോഴുള്ള ആ ഒരു പള്ളിയുടെ വ്യൂ ആണ് കാണുന്നത്. ഇത് പള്ളിയുടെ തെക്കേ സൈഡാണ്. ഈ തെക്കേ സൈഡ് വന്നാൽ ഒരു പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റുകളുണ്ട് ഇവിടെ. അത് നമുക്കിപ്പോൾ രാവിലെ 11 മണിയാകുമ്പോൾ നമ്മളിവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം 5 മണിക്ക് ട്രെയിനിൽ തിരിച്ചു പോകാൻ സാധിക്കും. അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് അത്യാവശ്യം ഫ്രഷ് ആകുക. അപ്പം ഇങ്ങനെ നമുക്ക് ഈ സ്ഥലത്ത് ഇവിടുന്ന് ടോയ്ലറ്റ് എഴുതിയിരിക്കുന്നുണ്ട്. പള്ളിയുടെ തെക്കേ സൈഡിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയ ടോയ്ലറ്റ് ഉണ്ട്. അവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, ധാരാളം വെള്ളമുണ്ട്. നമുക്കവിടെ നമ്മളുടെ കുളിക്കുകയോ ടോയ്ലറ്റിൽ പോവുകയോ പല്ല് തേക്കുകയോ എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ കാഴ്ചകളെ കാണാൻ പോകാം. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യേണ്ട, പിന്നെ ഫുഡ് കഴിക്കുക, നമ്മൾ തിരിച്ച് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം പൈസ കൊടുക്കാതെ നമുക്ക് എല്ലാം സാധിക്കുന്ന ഒരു സ്ഥലത്തേക്കൂടി ഞാൻ പരിചയപ്പെടുത്തി. ഇപ്പോൾ ഇവിടെ പള്ളിയുടെ തെക്കേ സൈഡിൽ ആവേ മരിയ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിക്കും. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ.
അടിമ വയ്ക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ട് ഇവിടെ. അതുകൂടാതെ ഇതിന് സൈഡിലായിട്ടാണ് ഇവിടെയാണ് നമ്മൾ കുർബാന പണം കൊടുക്കുന്നത്. 150 രൂപയാണ് ഒരു കുർബാനയ്ക്കുള്ളത്. ഈ 150 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു ചെറിയ പേപ്പറുണ്ട്. ആ പേപ്പറിൽ എഴുതി കൊടുക്കണം നമ്മളുടെ ആവശ്യം, എന്നാണ് കുർബാന ചെല്ലേണ്ടത്, എന്താണ് ആവശ്യം, എന്താണ്, എത്ര കുർബാനയാണ്, ആരുടെ പേരിലാണ്, ഇപ്പം മരിച്ചവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി കിട്ടാനോ വീട് വയ്ക്കാനൊക്കെ വേണ്ടി കുർബാന ലഭിക്കുമല്ലോ. അപ്പോൾ ഇവിടെയാണ് ദേവാലയ വഴിപാട് കേന്ദ്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്ത്. ദേവാലയ വഴിപാട് കേന്ദ്രം ഉണ്ടോ, ഷൈൻ ഓഫറിംഗ് സെന്റർ, ഇവിടെയാണത് ചെയ്യുന്നത്. അതിൻ്റെ സ്ഥലം ഇവിടെയാണ് ക്യാഷ് അടയ്ക്കുന്നത്, 150 രൂപ അടയ്ക്കുന്ന സ്ഥലം. പള്ളിയുടെ തെക്കേ സൈഡും മാതാവിന്റെ നടയുടെ തെക്കേ സ്ഥലവും ഇതാണ്. ഇങ്ങനെ പോയാൽ ഇവിടെ തിരികെത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത്. ഈ പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് മാതാവിന്റെ പള്ളിയിൽ ഒരു കുർബാനയുള്ളൂ. അതിന്റെ പടിഞ്ഞാറ് വശത്ത് ഒരു പള്ളിയുണ്ട്. അവിടെയാണ് രാവിലെ 7 മണിക്ക് കുർബാന. കുർബാന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിന്റെ അൽത്താര കാണുന്നത്. ഇതാണ് ഈ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയുടെ നമ്മൾ ആദ്യം കാണുന്ന സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുന്ന് താഴെ ഉണ്ട് പള്ളി, താഴെ പള്ളിയുണ്ട്. അതുകൂടാതെ മുകളിലുണ്ട് ഒരു പള്ളി. എനിക്ക് തോന്നുന്നു 7 മണി കഴിഞ്ഞ് അടുത്ത കുർബാന മുകളിലാണ്. കാര്യം ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നത് കാണുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. ഇവിടെ ഒരു വഴിയുണ്ട് പള്ളിയിലേക്ക് പോകാനായിട്ട്. അതുകൂടാതെ അപ്പുറത്തെ സൈഡിലും വേറൊരു വഴിയുണ്ട്. ഇങ്ങനെ 2 സൈഡിൽ കൂടിയാണ് മുകളിലേക്ക് പോകുന്നത്. ആ 7 മണി കുർബാന കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങുന്ന സമയമാണത്. 7 കുർബാന കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങി വരികയാണ് പള്ളിയിൽ. അപ്പം ഞാൻ പിന്നെ ഇനിയിപ്പോൾ വന്നേക്കുന്നത്, നേരത്തെ കാണിച്ചതാണ് ഞാൻ ഈ നീന്തുന്ന സ്ഥലം. അതായത് ഈ 2 സൈഡിലും ഓരോരോ കുരിശിൻ്റെ വഴികളുടെ ഗ്രോട്ട ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് വരെ 14 സ്ഥലങ്ങളാണ്. ഓരോ സ്ഥലത്തും കൊണ്ട് ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇപ്പോൾ കുരിശിൻ്റെ വഴി നടത്തി പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ സാധിക്കും. നീന്താൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഇവിടെയാണ് ഒരു അസീസി ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് പള്ളിയുടെ ക്യാൻറ്റീൻ ഉള്ളത്. ഈ ഭാഗത്താണ് പള്ളിയുടെ ക്യാൻറ്റീൻ ഉള്ളത്. ഇതാണ് അസീസി ക്വാർട്ടേഴ്സ്. ആണ് ചർച്ചിൻ്റെ ക്യാൻറ്റീൻ വരുന്ന സ്ഥലം. അസീസി ക്വാർട്ടേഴ്സിൽ അസീസി 1, 2, 3 എന്ന് പറയുന്ന 3 ബിൽഡിങ്ങുകളുണ്ട്. അതിൽ ഈ കാണുന്നതാണ് അസീസി 1-ാം ക്വാർട്ടേഴ്സ്. അപ്പുറത്ത് 2, അതിനപ്പുറത്ത് 3. ഈ പള്ളിയിലെ ഒരു പ്രധാന ഇതാണ് സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇത്. കറികൾക്ക് അരയ്ക്കാൻ പറ്റും. ഇങ്ങനത്തെ സ്റ്റൗ ആണ് ഉള്ളത്. ഒരുപാട് സ്റ്റൗ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നു 10-20 സ്റ്റൗ ഉണ്ട് ഇവിടെ. 1 മണിക്കൂറിനാണ്. 1 മണിക്കൂർ 20 രൂപ വെച്ചാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെ എഴുതാനായിട്ട് ചേച്ചിമാരാക്കി ഇരിപ്പുണ്ട്. നമ്മളിവിടെ വന്നു കഴിയുമ്പം നമ്മൾ സ്റ്റൗ കത്തിക്കുന്ന സമയത്ത് നമ്മൾ സമയം എഴുതും. അപ്പോൾ ലൈറ്റർ വരും. പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ സമയം നോക്കും. അപ്പോൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നാൽ ആ പൈസ നമ്മൾ തന്നെ ഈടാക്കും. ഇത് ഈ എല്ലാ അസീസിയുടെ എല്ലാ ബിൽഡിങ്ങുകളിലും ഈ സ്റ്റൗവിൻ്റെ സൗകര്യമുണ്ട്. നീന്തി വരുമ്പോൾ കാണുന്ന ഒരു പള്ളിയാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഈ ചർച്ചിലാണ് എല്ലാ ദിവസവും രാവിലെ 9:30-ക്ക് മലയാളം ലത്തീൻ കുർബാന ഉള്ളത്. അപ്പോൾ നമ്മളുടെ കേരളത്തിൽ നിന്ന് വരുന്നവരൊക്കെ കൂടുതലും കാണുന്ന ദിവ്യബലി അർപ്പിക്കാൻ വരുന്ന ഒരു ദേവാലയമാണിത്. ഈ പള്ളിയുടെ പേരാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്.
കുർബാനയിൽ സംബന്ധിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ലീജിയൻ ഓഫ് മേരി ബുക്ക് ഡിപ്പോട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ഫോട്ടോകളൊക്കെ ഉണ്ട്, എണ്ണയുണ്ട്, മറ്റേ തിരികൾ, അങ്ങനെ എല്ലാം വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇത് മുട്ടിൽ നീന്തി വരുന്ന സ്ഥലമാണ്. മുട്ടിൽ നീന്തി നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം ഇവിടെയാണ്. ഈ സ്ഥലം നമ്മുടെ കണ്ടറപ്പള്ളിയാണ് കാണുന്നത്. ഈ പള്ളിയുടെ ഇവിടം വരെ ആണ് നീന്തി വരുന്നത്. അതായത് നമ്മൾ മുട്ടിൽ നീന്തി അവിടുന്ന് തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ടിങ് സ്ഥലത്ത് ഉള്ളത് ഈ സൈഡിലുള്ളത് കുരിശിൻ്റെ വഴിയാണ്. ഇങ്ങനെ കുരിശിൻ്റെ വഴി 14 സ്ഥലങ്ങൾ. അതുകൂടാതെ ഇവിടുന്ന് വരുന്നത് ജപമാലയുടെ രഹസ്യങ്ങൾ അടങ്ങുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ 1, 2, 3 അങ്ങനെ പോകുന്നു. ജപമാലയുടെ രഹസ്യങ്ങൾ അടങ്ങുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അവിടുന്ന് വരുമ്പോഴാണ് കുരിശിൻ്റെ വഴിയുടെ 1, 2, 3, 4 സ്ഥലങ്ങൾ. അങ്ങനെ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ സ്ഥലത്തൊക്കെ ഇപ്പോൾ ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഉണ്ട്. ഇവിടെ കുടിക്കാൻ വെള്ളം, ദാഹിച്ച് വരുന്നവർക്കുള്ള കുടിവെള്ളമൊക്കെ നൽകുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കും. ഇവിടെ ഇതാണ് നമ്മുടെ കിണർ പള്ളി. ഇവിടം വരെയാണ് എല്ലാവരും മുട്ടിൽ നീന്തി വന്നിട്ട് ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ ശേഷമാണ് ഈ കിണർ പള്ളിയിലേക്ക് പോകുന്നത്. പള്ളിയുടെ അകത്തൊന്നും ക്യാമറ അലൗഡ് അല്ല. ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് സൈഡിൽ. ഇവിടെ കിണർ പള്ളി. അത് കൂടാതെ ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറ്റിലെ വെള്ളമാണ് വിശുദ്ധ വെള്ളം. അത് ഈ സൈഡിലാണ് വെള്ളം കൊടുക്കുന്ന സ്ഥലമുള്ളത്. തിരക്കുള്ള സമയത്തും ഈ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഈ ഡിജിറ്റൽ സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അത്ഭുത കിണർ പള്ളിയിലെ അത്ഭുത കിണർ. ഈ ഹോളിലൂടെ നോക്കിയെന്നാൽ ഒരു പക്ഷേ കാണാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. ഇതിൽ കുരിശുകൾ ഇങ്ങനെ ഇതിലെ ഈ മെഷ് വഴി നോക്കിയെന്നാൽ ഈ കുരിശ് കാണാൻ പറ്റും. അടുത്തതായിട്ട് കിണർ പള്ളി. ഈ പള്ളിയുടെ ഉൾവശത്ത് നമുക്ക് ക്യാമറ ഒന്നും അലൗഡല്ല. അതുകൊണ്ട് നമുക്കടുത്തത് ആ വെള്ളം വാങ്ങിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇതാണ് നമ്മളുടെ വെള്ളം എടുക്കുന്ന സ്ഥലം. കിണറ്റിലെ വെള്ളം ഇവിടെ വന്ന ആൾക്കാർ കുപ്പിക്കകത്ത് വാങ്ങിക്കും. ഇതിനുള്ള കുപ്പികളൊക്കെ അവിടെ ഉണ്ട്. മാതാവിൻ്റെ രൂപമുള്ള കുപ്പിയുണ്ട്, സാധാ കുപ്പിയിലും തരും. നമുക്ക് ഈ ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിലെ വെള്ളം നമുക്ക് രുചിച്ച് നോക്കാൻ സാധിക്കും. ഇതാണ് വേളാങ്കണ്ണി പള്ളിയിൽ വരുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഗ്രൗണ്ട്. ഇത് പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. അസീസി ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് വരും. പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ മഴയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സാധിക്കും. പാക്കേജായിട്ട് വരുന്നവർക്ക് ഇവിടെ ആ ഗ്രൗണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വേളാങ്കണ്ണിയിൽ നിന്നും തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. ഈ വേളാങ്കണ്ണി സ്റ്റേഷനിൽ നിന്നും നമുക്ക് വൈകുന്നേരം 4:40 ഒരു ഡെമോ ട്രെയിനുണ്ട്. 06734 എന്ന നമ്പറുള്ള ഒരു ഡെമോ ട്രെയിനാണ്. കൃത്യം 4:40 വേളാങ്കണ്ണി സ്റ്റേഷനിൽ നിന്ന് എടുക്കും. അത് 15 മിനിറ്റ് കൊണ്ട് നാഗപട്ടണത്തിൽ ചെല്ലും. നാഗപട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാഗപട്ടണത്തിൽ നിന്ന് എറണാകുളത്തേക്കുള്ള കാരക്കൽ എറണാകുളം ട്രെയിൻ. അത് ആ ട്രെയിനിൻ്റെ നമ്പർ 16187. അത് 5:05 സമയം പറയുന്നത്. പക്ഷേ അല്പം ലേറ്റ് ആകുമായിരിക്കാം. 5:05 സമയം. ഈ ട്രെയിൻ അവിടെ ചെന്നാലേ ആ ട്രെയിൻ വിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളുടെ വേളാങ്കണ്ണി യാത്ര സമാപിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.